ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, വീട്ടിലോട്ടൊന്നും കാണാറില്ലല്ലോ. അഞ്ജു ചേച്ചി പറഞ്ഞു വീട്ടിലോട്ട് വരുന്നത് അത്ര സേഫ് അല്ലെന്ന്. അല്ല, അഞ്ജുവിന്റെ ജൂനിയർ ആണല്ലേ? ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വന്ന് വാങ്ങിച്ചോളാന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു വീട്ടിലെടുത്താ പറ്റില്ലാണ്ട് വെറുതെ ഇരിക്കുന്നത്, അവന്റെ കൊടുത്തു വിടാൻ. അത് കാര്യം കണ്ട. ഇനി എന്തെങ്കിലും വേണേ എന്നെ വിളിച്ചാൽ മതി. നമ്പർ അതിന്റെ ബേക്കിൽ എഴുതിയിട്ടുണ്ട്. ഓ വേണ്ട. എന്താ നീയൊക്കെ ഇവിടെ ആളില്ലാത്തടത്ത്? എന്താ ചുറ്റിക്കളി ഉണ്ടല്ലോ? എന്താ സദാചാരാണോ? എന്താ മോനെ, ഞാൻ നാട്ടുകാരത്തെ വിളിച്ചു കൂട്ടണോ? ചേട്ടൻ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. അയ്യോ ചേട്ടാ, ഞങ്ങളിപ്പോ പൊക്കോളാം. നീ എന്തിനാ മേടിക്കുന്നേ? നമ്മളൊന്നും ചെയ്തില്ലല്ലോ. എടാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. ഇത് ഞാൻ കെട്ടാൻ പോന്ന് വെച്ചാ. ഓ, കെട്ടാൻ പോന്ന് വെച്ചായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്തേലും സഹായം വേണമെങ്കിൽ ചേട്ടനോട് ചോദിക്കാൻ മറക്കല്ലേ. എന്നാ ശരി, ഞാൻ പോട്ടെ. രാവിലെ തന്നെ വരുത്തുന്നല്ലേ? അല്ല, താനത് കാര്യമാണ്. ഞാൻ അയാളൊന്ന് ഓടിക്കാൻ വേണ്ടി ചുമ്മാ. അപ്പൊ പിന്നെ കാണാം. എടാ, തന്നെ അഭിനയൊന്നും പഴയലാവുന്നില്ലല്ലോ. അല്ലടാ, നിനക്കൊരു പൈന്റിന്റെ പൈസ ഒക്കെ ഉണ്ടല്ലോ. മമ്മൂക്കനെ പറഞ്ഞ അവിടെ അഭിനയിക്കാം. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ട് ടൈമിങ്ങിനെ ഒന്ന് അഭിനയിക്കണം. ടൈമിങ്ങിനാ? അവൻ ഇങ്ങോട്ട് ഇത്തിരി മാറിയെന്നേ. അല്ല, കുടിവെള്ളത്തിന്റെ പ്രശ്നമാണേ, അതുകൊണ്ടാ. ഇത് കിട്ടിക്കഴിഞ്ഞാ അപ്പം നീ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ വരാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. പിന്നെ നിങ്ങൾ എന്തായാലും തകർത്ത് അഭിനയിക്കല്ലേ, അതുകൊണ്ടാ ഞാനും അഭിനയിച്ചു. അല്ലേലും ഇത്രയുള്ളൂ ഞങ്ങളേക്ക് ബുദ്ധി. ചീറ്റി പണ്ടാ പോയി.